പുരുഷന്മാരെ, നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഗർഭപാത്രം വേണോ? നമ്മുടെ നമ്പർ 1 കേരളത്തിലെ മെഡിക്കൽ കോളേജിൽ, അതും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പുരുഷ രോഗികൾക്ക് ഫ്രീ ആയിട്ട് ഗർഭപാത്രം കൊടുക്കുന്നുണ്ട്. നിങ്ങൾ അറിഞ്ഞോ? പുരുഷ രോഗിക്ക് ഫ്രീ ആയി ഗർഭപാത്രം. ഇത് നമ്മുടെ മെഡിക്കൽ കോളേജിന് മാത്രമേ സാധിക്കൂ. നമുക്കറിയാം, സാധാരണക്കാരായ രോഗികൾ ആശ്രയിക്കുന്ന നമ്മുടെ സംസ്ഥാനത്തെ പ്രമുഖമായ മെഡിക്കൽ കോളേജ്. അവിടെ നിന്ന് കേട്ടാൽ കണ്ണു തള്ളുന്ന മണ്ടത്തരമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. വയറുവേദനയുമായിട്ട് ചികിത്സയ്ക്ക് എത്തിയതാണ് 24 വയസ്സുള്ള ഒരു യുവാവ്. ആ യുവാവിന്റെ സ്കാനിംഗ് റിപ്പോർട്ടിൽ ഗർഭപാത്രമുണ്ട് എന്ന് രേഖപ്പെടുത്തിയ അധികൃതരുടെ നടപടി ആരോഗ്യ വകുപ്പിന് തന്നെ നാണക്കേടായിരിക്കുകയാണ്. യുവാവ് കഴക്കൂട്ടം സ്വദേശിയാണ്. മെഡിക്കൽ കോളേജിന്റെ അനാസ്ഥ മൂലം ഇത്തരത്തിലൊരു ദുരനുഭവം ഉണ്ടായിരിക്കുകയാണ് യുവാവിന്. കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് ഈ 24-കാരൻ വയറുവേദനയെ തുടർന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്ന് 2500 രൂപ നൽകി CT സ്കാൻ എടുത്തത്. ചികിത്സ കഴിഞ്ഞ് മാസങ്ങൾക്ക് ശേഷം വീണ്ടും വേദന അനുഭവപ്പെട്ടപ്പോൾ ഇനി മെഡിക്കൽ കോളേജിലേക്ക് പോകണ്ട, മറ്റൊരു സ്വകാര്യ ആശുപത്രിയിൽ ചെന്നപ്പോഴാണ് കണ്ണു തള്ളുന്ന ആ വിവരം പുറത്തു വന്നത്. യുവാവിന് ഗർഭപാത്രമുണ്ട് എന്നും അത് സാധാരണ നിലയിലാണ് എന്നുമാണ് മെഡിക്കൽ കോളേജിലെ സ്കാനിംഗ് റിപ്പോർട്ടിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ ഗുരുതരമായ പിഴവ് ചോദ്യം ചെയ്യാനായി മെഡിക്കൽ കോളേജിൽ യുവാവും കുടുംബവും തിരിച്ചു വന്നു. അവർക്ക് നേരിടേണ്ടി വന്നത് അതിലേറെ വിചിത്രമായ നടപടികളാണത്രേ. അധികൃതർ ആദ്യം പിഴവ് സമ്മതിച്ചില്ല, വിശദീകരണം നൽകാൻ തയ്യാറായില്ല. അത് അങ്ങനെ തന്നെയല്ലേ വരികയുള്ളൂ. എന്നാൽ യുവാവ് പ്രതിഷേധിച്ചു. ഇതോടെ ജീവനക്കാരിൽ ഒരാൾ എന്തു ചെയ്തു? പഴയ റിപ്പോർട്ട് വാങ്ങി അകത്തേക്ക് പോയി വെറും 15 മിനിറ്റിനുള്ളിൽ ഒരു സ്കാനിംഗ് പോലും നടത്താതെ പുതിയൊരു റിപ്പോർട്ട് തയ്യാറാക്കി നൽകി സംഭവം ഒതുക്കി തീർക്കാൻ ശ്രമിച്ചു എന്നാണ് ഈ യുവാവ് പറയുന്നത്. നീതിക്ക് വേണ്ടി സംസാരിച്ച യുവാവിനെ ആക്ഷേപിക്കാൻ ആശുപത്രി ജീവനക്കാർ മുതിർന്നതായും ഇയാളുടെ പരാതിയിലുണ്ട്. ഒരു പുരുഷന്റെ സ്ത്രീയുടെ റിപ്പോർട്ടുകൾ തമ്മിൽ തിരിച്ചറിയാൻ പോലും കഴിയാത്ത വിധം മെഡിക്കൽ കോളേജിലെ ലാബ് സംവിധാനങ്ങൾ അധപ്പതിച്ചോ എന്നതാണ് ഉയരുന്ന പ്രധാനപ്പെട്ട ചോദ്യം. ഫെബ്രുവരി 15-നാണ് വയറുവേദനയെ തുടർന്ന് ഇയാൾ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തുന്നത്. വൃക്കയിൽ കല്ലാണ് എന്നായിരുന്നു സംശയം. അതിനെ തുടർന്നാണ് സ്കാനിങ്ങിന് നിർദ്ദേശിച്ചത്. എന്നാൽ ആശുപത്രിയിലെ പുതിയ സ്കാനിംഗ് സെന്ററിലാണ് ഏപ്രിൽ 16 പരിശോധന നടത്തിയത്. കൊള്ളാം, നല്ല അടിപൊളി സ്കാനിംഗ് സെന്ററും ഒരുപാട് ഫണ്ട്, ശരിക്കും സംസ്ഥാനത്തിന്റെ ഫണ്ട് ഇതുപോലുള്ള സംവിധാനങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കി വെച്ചിട്ട് അവിടെ നിന്ന് വരുന്നത് ഇത്തരത്തിലുള്ള മണ്ടത്തരമാണെങ്കിൽ നമ്പർ 1 കേരളം എന്ന് നമ്മുടെ സർക്കാർ അവകാശപ്പെട്ടിട്ട് എന്താണ് കാര്യം? റിപ്പോർട്ട് വൈകുമെന്ന് പറഞ്ഞു. ഏതാനും ദിവസം മുൻപാണ് ഈ യുവാവ് റിപ്പോർട്ട് വാങ്ങാൻ എത്തിയത്. ഈ റിപ്പോർട്ടുമായി ഐരാണിമുട്ടം ഹോമിയോ മെഡിക്കൽ കോളേജിൽ ഡോക്ടറെ കാണാൻ എത്തിയപ്പോഴാണ് മാറിയത് അറിയുന്നത്. തിരിച്ച് മെഡിക്കൽ കോളേജിലെത്തി ഇക്കാര്യം ചൂണ്ടിക്കാട്ടിയപ്പോഴാണ് ലാബിലെ ജീവനക്കാർ റിപ്പോർട്ട് വാങ്ങി ചുരുട്ടിക്കളഞ്ഞെന്നും അതിൽ പ്രതിഷേധിച്ചപ്പോഴാണ് അകത്ത് പോയി 15 മിനിറ്റിനകത്ത് പുതിയ പ്രിന്റ് കൊണ്ടുവന്നത് എന്നും യുവാവ് പറയുന്നു. ഗർഭപാത്രത്തിന്റെ വിവരങ്ങൾ മാത്രം ഒഴിവാക്കി പഴയ റിപ്പോർട്ട് തന്നെയാണ് നൽകിയത് എന്നാണ് യുവാവിന്റെ ആരോപണം. ഇതിനെതിരെ മെഡിക്കൽ കോളേജ് സൂപ്രണ്ടിനും പോലീസിനും ഇയാൾ പരാതി നൽകിയിട്ടുണ്ട്. എന്തായാലും ആധുനിക സാങ്കേതിക വിദ്യകളുണ്ട്, അന്താരാഷ്ട്ര നിലവാരത്തിലാണ് എന്നൊക്കെ അവകാശപ്പെടുമ്പോഴും രോഗികളുടെ ജീവൻ വെച്ച് പന്താടുന്ന ഇത്തരം അശ്രദ്ധകൾക്ക് ഉത്തരവാദികളായവർക്കെതിരെ കർശന നടപടി വേണം എന്നാണ് പൊതുജനങ്ങളുടെ ആവശ്യം. സ്കാനിംഗ് നടത്താതെ തന്നെ പുതിയ റിപ്പോർട്ട് നൽകിയ നടപടി സ്കാനിംഗ് സെന്ററുകളുടെ വിശ്വാസ്യതയെ തന്നെ പൂർണ്ണമായും തകർക്കുന്നതാണ്. എന്തായാലും നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയനൊക്കെ സത്യം പറഞ്ഞാൽ അവരൊക്കെ ബുദ്ധിമാന്മാരാണ്. അവരൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് കളിക്കുന്നത്. ഒരു ചെറിയ അസുഖം വന്നാൽ പോലും ഈ അടുത്ത ദിവസങ്ങളിൽ അദ്ദേഹം തമിഴ്നാട്ടിലേക്കാണ് ചികിത്സയ്ക്ക് പോയത്. അപ്പോൾ എന്ത് വന്നാലും കേരളത്തിൽ ഒരു ചികിത്സയ്ക്കും നമ്മുടെ നേതാക്കന്മാർ, മുഖ്യമന്ത്രിയെ പോലുള്ള അല്ലെങ്കിൽ മന്ത്രിമാരെ പോലുള്ള ആൾക്കാരൊന്നും മുതിരാത്തതിന്റെ കാരണം ഇത് തന്നെയാണ്. അവർക്കറിയാം അവിടെ ചെന്നാൽ വൃത്തിയായിട്ടും കൃത്യമായിട്ടുമുള്ള വിവരങ്ങൾ ലഭിക്കുകയില്ല. പക്ഷെ ഒന്നുകൂടി പറഞ്ഞോട്ടെ, തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലൊക്കെ പ്രഗത്ഭരായ വളരെ മിടുക്കന്മാരായ ഡോക്ടർമാർ വർക്ക് ചെയ്തിട്ടുണ്ട്. അവരെയൊക്കെ പേഴ്സണലി അറിയുന്ന ഒരു വ്യക്തി കൂടിയാണ് ഞാൻ. അങ്ങനെ ആകുമ്പോൾ അവർക്കൊക്കെ ഒരു തരത്തിൽ പറഞ്ഞാൽ പേരുദോഷം തന്നെയാണ്. എല്ലാവരും ഒരുപോലെ അല്ല എന്നുകൂടി പറഞ്ഞുകൊണ്ട് ഇതൊക്കെ എന്ന് അവസാനിപ്പിക്കും എന്ന ചോദ്യം അവശേഷിപ്പിച്ചുകൊണ്ട് ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.